ബി ജെ പിക്ക് ഇനി പിന്തുണയില്ലെന്ന് ബി ജെ ഡി. രാജ്യസഭയിൽ 9 അംഗങ്ങളോട് ശക്തമായ പ്രതിപക്ഷമാകാൻ നവീൻ പട്നായിക്കും നിർദ്ദേശം നൽകി. കഴിഞ്ഞ 2 മോദി സർക്കാരുകളിലും ബി ജെ പിക്ക് വിവാദ വിഷയങ്ങളിൽ പിന്തുണ നൽകിയിരുന്നു. പി ബസന്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, സംസ്ഥാനത്ത് നടന്ന ശക്തമായ പോരാട്ടം ഇനിയിപ്പോൾ സഭയിലേക്ക് എത്തുമ്പോൾ 9 പേർ അത് രാജ്യസഭയിലാണുള്ളത്. ഇനിയുള്ള നിലപാടുകൾ എങ്ങനെയായിരിക്കും കഴിഞ്ഞ തവണ നിന്നും വ്യത്യസ്തമായി? പ്രതീക്ഷ, ഇതിൽ ശ്രദ്ധിക്കേണ്ട വസ്തുത 2 ടേമിലായി മോദി സർക്കാരിന്റെ 2 ടേമിലും ബി ജെ പിക്ക് പിന്തുണ കൊടുത്ത പാർട്ടിയായിരുന്നു ബി ജെ ഡി. വിവാദ വിഷയങ്ങളിലടക്കം ഇവരുടെ പിന്തുണയിലായിരുന്നു ബി ജെ പി പലപ്പോഴും വിവാദ ബില്ലുകളൊക്കെ തന്നെ പാസാക്കിയെടുത്തത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്കെതിരെ ശക്തമായി പോരാടി ബി ജെ പി അധികാരം പിടിച്ചെടുക്കുന്നതിന് പുറമെ ലോക്സഭയിലേക്ക് ഒരാളെ പോലും ജയിപ്പിക്കാൻ ബി ജെ ഡിക്ക് ബിജു ജനതാദളിന് കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടെയാണ് ഇന്ന് രാവിലെ 9 രാജ്യസഭയിലെ എം പിമാരെയും വിളിച്ചുകൂട്ടി നവീൻ പട്നായിക്ക് ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ കർക്കശമായ നിലപാട് സർക്കാരിനെതിരെ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ക്രിയാത്മകമായ പിന്തുണയായിരുന്നു നൽകിയിരുന്നത്, വിഷയാധിഷ്ഠിത പിന്തുണയായിരുന്നു നൽകിയിരുന്നത്. അത് മാറ്റി യാതൊരുവിധ പിന്തുണയും നൽകേണ്ടതില്ല എന്നുള്ള തരത്തിലേക്ക് ബി ജെ ഡി ഇപ്പോൾ മാറിയിരിക്കുന്നു. ബി ജെ ഡിയെ ഇന്ത്യ സഖ്യത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇപ്പോൾ കോൺഗ്രസ് സജീവമാക്കിയിട്ടുണ്ട്.